ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുള്ളവരാണെങ്കിലും ശരി, അതുപോലെ തന്നെ നാട്ടിലിരുന്ന് യു എയിലെ ജോലികൾ അന്വേഷിച്ച് കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം യു എയിൽ ദുബായ് എയർപോർട്ടിൽ വളരെയധികം ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലിട്ടു. ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന ജോബ് വേക്കൻസികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി സ്റ്റാഫ്, കസ്റ്റമർ കെയർ സപ്പോർട്ട്, അക്കൗണ്ടൻറ്റ്, നേഴ്സസ്, അസിസ്റ്റൻറ്റ് നേഴ്സസ്, കാർഗോ സൂപ്പർവൈസർ, അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോലുള്ള കുറേ അധികം ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഈ ജോബ് വേക്കൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ കരിയർ പേജിലാണ്. അതുപോലെ തന്നെ ഈ ജോബുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സൈറ്റിലാണ് കയറേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം smartjobs.com എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ പേജിൽ നമുക്ക് ധാരാളം ജോബ് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് ദുബായ് എയർപോർട്ട് ജോബാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ദുബായ് അൽ മക്തൂം എയർപോർട്ട് ജോബ്സ് 2025 എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ജോബ് ഓപ്പണിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുറേയധികം ജോബ് വേക്കൻസികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെ ജോബുകളാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതും അവർ കൃത്യമായിട്ട് തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പേജിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതായത് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ വന്നു കഴിയുമ്പോൾ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും അടിയിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ അപ്ലൈ നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള ദുബായ് എയർപോർട്ടിലുള്ള വേക്കൻസികളും കാര്യങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. ഏകദേശം 55ഓളം ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ ദുബായ് എയർപോർട്ടിലുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയാണോ സെർച്ച് ചെയ്യുന്നത് ആ ജോലി നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ സെർച്ച് ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ജോലിയാണോ വേണ്ടത്, അതായത് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ജോലി ഏതാണോ ആ ജോലി നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ ജോലി ക്ലിക്ക് ചെയ്തിട്ട് ആ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ജോബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് സീനിയർ നേഴ്സ് എന്ന് പറയുന്ന ഒരു ജോബാണ്. അത് ഓപ്പൺ ആക്കി താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വാളിഫിക്കേഷനും പിന്നെ സാലറി ബെനിഫിറ്റ്സും പിന്നെ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടനും ഉണ്ട്. അപ്ലൈ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഈ ജോലിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അതായത് എങ്ങനെയാണ് ദുബായ് എയർപോർട്ട് ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.